പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നമ്മൾ എത്ര ദരിദ്രരാണെങ്കിലും ഏതെല്ലാം കഷ്ടങ്ങളിൽ കൂടെ പോകുവാൻ നമുക്ക് വിധി വന്നിരുന്നാലും ശരി, ദൈവം കൈവിടാതിരുന്നാൽ ഏത് കഷ്ടത്തിൻ്റെയും മധ്യത്തിൽ ആശ്വാസമായി, സമാധാനമായി, സൗഖ്യദാതാവായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മുൻപിൽ വെളിപ്പെടും. തീർച്ചയാണ്, 100% അത് വിശ്വസിക്കാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ എത്ര ഉന്നതരാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കരവും നമ്മോടുകൂടെ ഇല്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി ദൈവം നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നതായ വിഷയം, ദൈവം നമ്മെ കൈവിട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? പ്രൈസ് ദി ലോർഡ്. ഒരു പ്രഭാതം കൂടെ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം കൈവിട്ടവരെയും കൈവിടാത്തവരെയും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെ? ആര് പറയും? പ്രവാചകന്മാർ പറയുമോ? പ്രാർത്ഥിക്കുന്നവർ പറയുമോ? അതോ നമുക്ക് തന്നെ അറിയാമോ ദൈവം നമ്മെ കൈവിട്ടോ ഇല്ലയോ എന്ന്? അറിയത്തില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. പിന്നെ എങ്ങനെ പറയും? ആരെങ്കിലും ഇതിനെ കണ്ടുകൊണ്ട്, നമ്മെ കണ്ടുകൊണ്ട് ഒരു പ്രവാചകനെ വരുത്തി ദൈവം നമ്മെ കൈവിട്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ദൈവം സാധാരണ മനുഷ്യരിൽ കൂടെയാണ് അതിൻ്റെ അടയാളം നമുക്ക് തരുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും ശരി, വഴിപോക്കർ അതുവഴി കടന്നു പോകുമ്പോൾ അതിനെ കണ്ടും കൊണ്ട് പരിഹസിച്ച്, അയ്യോ, ഈ വിശുദ്ധ ആലയത്തിന് എന്തു പറ്റി? ഇവർക്കിത് എങ്ങനെ സംഭവിച്ചു? എന്താണ് ഇവരുടെ മഹത്വം നഷ്ടപ്പെടുവാൻ കാരണമെന്തെന്ന് വഴിപോക്കർ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവർ വഴിപോക്കരാണ്. ആ ആലയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക്. അവർ അവിടുത്തെ അംഗങ്ങളല്ല, അവരവിടുത്തെ ദേശവാസികളാണ്. അതുവഴി വഴി നടന്നു പോവുകയാണ്. അതിൽ കൂടുകയും ആരാധിക്കുകയും ചെയ്യുന്നവരല്ല. ഒരു വലിയൊരു ഭവനമാണെങ്കിൽ ആ ഭവനത്തിൽ പാർക്കുന്നവരാരുമല്ല. ആ ഭവനത്തിലെ ഡയറക്റ്റ് ബന്ധുക്കളുമല്ല, അവരുടെ ശത്രുക്കളുമല്ല. കേവലം ഒരു കടപ്പാടും അവരോട് ഇല്ലാത്തതായ വഴിപോക്കരെ കണ്ടുകൊണ്ട്, അവരുടെ വാക്ക് കണ്ടുകൊണ്ട് ദൈവം നമ്മെ കൈവിട്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിന് സ്തോത്രം. നാം ഏത് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ശരി, എത്ര മഹാകഷ്ടതയിലാണെങ്കിലും ശരി, എത്ര വലിയ കഠിനമായ രോഗം നമ്മെ ബാധിച്ചിരുന്നാലും ശരി, അതിവേദനയോടെ വിടുതലില്ലാതെ നമ്മൾ, ആരും സഹായമില്ലാതെ നമ്മൾ നിലവിളിക്കുന്ന ഒരു അനുഭവമാണെങ്കിലും ശരി, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല എങ്കിൽ ഒരു പ്രഭാതത്തിൽ, ഒരു രാത്രിയുടെ യാമങ്ങളിൽ ആശ്വാസവുമായി, സമാധാനവുമായി, ദൈവത്തിൻ്റെ കൃപയുമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ അടുത്ത് വരും. നിന്നോട് പറയും, എൻ്റെ കൃപ നിനക്ക് ഞാൻ തരുന്നു. ആ കൃപ ഈ രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തെക്കാൾ വലുതാണ്. ഏത് രോഗത്തിനും ഉപയോഗിക്കാവുന്നതായ, ഏത് രോഗത്തെയും സഹിച്ചു നിൽക്കാവുന്നതായ, വഹിക്കാവുന്നതായ ഒരു കൃപയാണ് ഞാൻ നിനക്ക് തരുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രോഗസൗഖ്യത്തെക്കാട്ടിലും, ഇല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കത്തിൽ നിന്നുള്ളൊരു വിടുതലിനേക്കാളും, നാം ഉദ്ദേശിക്കുന്നതായ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിനേക്കാളും, നമ്മുടെ വിഭാവനത്തെക്കാളും ചിന്തയെക്കാളും ഉപരി അങ്ങേപ്പുറത്ത് കർത്താവ് കൃപ എന്നൊരു വാക്കോടുകൂടെ ചിലതൊക്കെ അതിൽ കണ്ടന്റ് ആക്കുന്നു, അതിൽ സംഗ്രഹിച്ച് നമ്മുടെ കയ്യിൽ തരികയാണ്. പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. എന്നാൽ കൃപ നമ്മളിൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും ശരി, വഴിപോക്കർ, അതുവഴി നടന്നു പോകുന്നവർ അതിനെ കണ്ടുകൊണ്ട് പരിഹസിച്ച് സ്തംഭിച്ച്, എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയും അവിടെ മഹത്വം ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ മഹത്വം കാണുന്നില്ലല്ലോ, വലിപ്പമുള്ള ഒരു ആലയം മാത്രമേ കാണുന്നുള്ളൂ, അവിടെ തേജസ്സില്ലല്ലോ, അവിടെ മഹത്വകരമായ കാര്യങ്ങളൊന്നും സംസാരിക്കപ്പെടുന്നില്ലല്ലോ, ഏതൊക്കെയോ പഴയ കാര്യങ്ങൾ മാത്രം പറയുന്നു.
പുതുതായിട്ടൊന്നും കേൾക്കുവാനില്ല. കാലാകാലങ്ങളായി പറഞ്ഞു വന്നുകൊണ്ടിരുന്നതായ അതേ സംഭവം മനഃപ്പാഠമാക്കി, ദൈവത്തോടുള്ള ഭക്തി മനഃപ്പാഠമാക്കി തീർത്ത ഒരു കൂട്ടം ജനങ്ങൾ. വഴിപോക്കർ ശ്രദ്ധിക്കുകയാണ്. ഇവരിൽ എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന് അവർ നോക്കുന്നു. ഒന്നുമില്ല, കാണുവാനില്ല. ഒടുവിൽ അവർ പറയുകയാണ്, ഇവർക്ക് എങ്ങനെ ഇത് സംഭവിച്ചു? ഇതാണ് അടയാളം. അവിടെ പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപദേശം വന്നിട്ട്, ഒരു ഭാഷ വന്നിട്ട്, ഒരു അച്ഛൻ വന്നിട്ട്, ഒരു തിരുമേനി വന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവരൊക്കെ സമ്പത്തിന് വേണ്ടി പലതും പറയും. സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി നിന്നെ ലജ്ജിപ്പിക്കാതിരിക്കാൻ, താഴ്ത്തിക്കളയാതിരിക്കാൻ വേണ്ടി ചുമ്മാതെ പുകഴ്ച പറയും. വെറുതെ കാര്യമാക്കണ്ട. എന്നാൽ ദൈവം നിന്റെ മുൻപിൽ ചില അടയാളങ്ങൾ തരും. നിനക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത വഴിപോക്കർ അവർ സംസാരിക്കുന്നതിനെ കേട്ട് നിന്റെ ജീവിതത്തിൽ ചില വ്യതിയാനം വരുത്തുവാൻ ദൈവം അടയാളം വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ദൈവം കൈവിട്ടാൽ പിന്നെ എന്താണ് വഴി? നെടുമ്പാട് ദൈവസന്നിധിയിൽ വീഴാനല്ലാതെ. കർത്താവേ, തെറ്റിപ്പോയി, സംഭവിച്ചു, ഞങ്ങൾ നിന്റെ കൃപകളെ ഓർത്തില്ല, നീ എത്രയോ നന്മകൾ നീ ഞങ്ങൾക്ക് തന്നു, എങ്കിലും ഞങ്ങൾ വിട്ടുമാറി ഒരു ഉന്നതി വരുമ്പോൾ ഞങ്ങൾ നിന്നെ മറക്കും, ഞങ്ങൾക്കൊരു താഴ്ച വരുമ്പോൾ ഞങ്ങൾ കരയും, അതിൽ നിന്നൊരു വിടുതൽ കിട്ടുമ്പോൾ ഞങ്ങൾ നിന്നെ മറക്കും. ഇങ്ങനെ ഞങ്ങളിൽ സ്ഥിരതയില്ലാത്ത ഒരു ചൈതന്യമുണ്ട്, പക്ഷെങ്കിൽ സ്ഥിരതയില്ല. വന്നും പോയി ഇരിക്കുന്നതായ ആ ഒരവസ്ഥ. എന്നാൽ സ്ഥിരമാനസൻ ദൈവത്തെ സ്തുതിക്കും. എന്തിനാണെന്നറിയാം? അവന്റെ മനസ്സ് സ്ഥിരമാണ്. ദൈവത്തിന് സ്ഥിരമാനസന്മാരെയാണ് വേണ്ടത്. കഷ്ടത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും ഉയർച്ചയിലും പുകഴ്ചയിലും മാനത്തിലും അപമാനത്തിലും ഉപദ്രവത്തിലും സ്വീകരണത്തിലും സ്വാഗതങ്ങളിലും മറ്റുള്ളവരുടെ ബഹുമാനത്തിലും ലോകം നിന്നെ ബഹുമാനിക്കുമ്പോഴും അവിടെയെല്ലാം സ്ഥിരമാനസൻ. നീ നിന്റെ ആ അവസ്ഥയിൽ എന്നെ വലിയവനാക്കിയവൻ ദൈവമാണ്, നീ പുകഴ്ത്തുന്നതെല്ലാം നിന്റെ പുകഴ്ച നിന്റെ വായിൽ തന്നത് ദൈവമാണ് എന്നുള്ളതായ ഒരു എണ്ണം സ്ഥിരമാനസനിലുണ്ടാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നമ്മൾ എത്ര ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും ഭാരപ്പെടണ്ട. വഴിപോക്കർ ഇതിനെക്കുറിച്ച് പറയാം, അയ്യോ അവരെത്ര കഷ്ടപ്പെട്ടിട്ടും അവർ ദൈവത്തെ വിടാതെ അവരുടെ വാക്കുകളിലെല്ലാം സൗമ്യതയും താഴ്മയും ദൈവസ്നേഹമുള്ളതായ നല്ലൊരു കുടുംബം. ദൈവം വരുത്തുന്നതായി പുകഴ്ച കേട്ടോ, നമുക്കടയാളം. കാരണം ദൈവം നമ്മെ താങ്ങി പിടിച്ചിരിക്കുക. എന്നാൽ നമ്മളുടെ മഹത്വം കൊണ്ടും കഴിവ് കൊണ്ടും ഒരു വലിയ മാളിക നമ്മൾ പണിഞ്ഞിട്ട് അതിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് ഊഞ്ഞാലിലാടി വഴിപോക്കരുടെ വാക്കൊന്ന് നോക്ക്, നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ നിന്നെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇവർക്ക് എന്ത് പറ്റി? പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് എന്ത് സംഭവിച്ചു? അതെന്താ അവർ വഴിപോക്കർ അങ്ങനെ പറയുന്നത്? ഈ ആലയത്തിന്റെ മഹത്വം കൊണ്ട് അവർ പൂഴ്ത്തി പാടേണ്ടതല്ലേ? അല്ല, വഴിപോക്കർ നിന്റെ മഹത്വത്തെ ദർശിക്കുന്നു. വഴിപോക്കർ നിന്റെ ആലയത്തിന്റെ വലിപ്പമല്ല, നിന്റെ വീടിന്റെ വലിപ്പമല്ല, നിന്റെ ജോലിയുടെ വലിപ്പമല്ല, നിന്റെ വാക്കിന്റെ വലിപ്പമല്ല അവർ നോക്കുന്നത്. നിന്നിലുള്ളതായ മഹത്വത്തിന്റെ ഏറ്റക്കുറച്ചിൽ വഴിപോക്കർക്ക് മനസ്സിലാകും. നീയുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് മനസ്സിലാകും. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ദൈവമാണ്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്, ആ മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അത് ദൈവജനം കേട്ട് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ അനുഭവിക്കുന്ന ഒരു മനസ്സുമായി അവന്റെ കാൽക്കൽ വീഴുന്ന ഒരു ചിന്തയുമായി ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ. അങ്ങനെ വരുമ്പോൾ അവരെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നെഹമ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നതായ ഒരു വാക്ക്, ഞങ്ങൾ നിന്നെ വിട്ടുമാറി, ഞങ്ങൾ നിനക്ക് വിരോധമായിട്ടെല്ലാം ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടെ വഴികളെ നോക്കിയുള്ളൂ, ഞങ്ങളുടെ പിതാക്കന്മാരെ ദൈവം നടത്തിയ വഴികളൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ നിന്നെ വിട്ടുമാറി, നിന്റെ തേജസ്സിനെ മറന്നു, നിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം നന്ദിയുള്ളവരായി തീർന്നില്ല, ഞങ്ങൾ അന്യ ദൈവങ്ങളിൽ ആശ്രയിച്ചു, ഞങ്ങളുടെ മഹത്വങ്ങളിലെല്ലാം പ്രശംസിച്ചു. ദൈവം അവരുടെ മനസ്സിൽ ഒരു അനുതാപത്തിന്റെ വാക്ക് കൊടുത്തപ്പോൾ നെഹമ്യാവ് പറയാണ്, എങ്കിലും നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ, എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം
നീ അവരെ നിർമൂലമാക്കിയില്ല, ഉപേക്ഷിച്ച് കളഞ്ഞതുമില്ല. വഴിപോക്കരുടെ ഈ വാക്ക് കേൾക്കാൻ നിന്നെ നിർമൂലമാക്കാതെ വെച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം എന്താണെന്നറിയാം, നിന്നെ മുഴുവനായി ദൈവം ഉപേക്ഷിക്കാതെ അല്പം ശേഷിപ്പ് നിന്നിൽ വെച്ചിരിക്കുന്നത് നീ കേട്ട് ഭയപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം കടന്നു പോകുന്നതായ അന്തരീക്ഷത്തെ നമ്മളൊന്ന് നോക്കും. പലതിനെ ചൊല്ലി നമ്മൾ വിലപിക്കുന്നുണ്ട്, പലതിനെ ചൊല്ലി നമ്മൾ കരയുന്നുണ്ട്, കണ്ണുനീരൊഴുക്കുന്നുണ്ട്, അസമാധാനം അനുഭവിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും പുകഴ്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി അന്യരെ നോക്കിക്കൊണ്ട് നിനക്ക് നിന്നിൽ തന്നെ തൃപ്തനാകുവാൻ മനസ്സില്ലാതെ നീ നിന്റേതായ കാര്യം മാത്രം നോക്കുന്നു. പക്ഷെങ്കിൽ നിന്റെ ചെവിയെ ഒന്ന് ഓർത്ത് നോക്കൂ. വഴിപോക്കർ നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു? നീ അല്പമേ നിനക്കുള്ളുവെങ്കിലും നല്ല ഒരംശം തെരഞ്ഞെടുക്കുന്ന മറിയെ പോലെ ആയിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, നിന്റെ സന്തതിയെ ദൈവം ഭൂമിയിൽ പ്രബലരാക്കും. നിന്റെ തലമുറയെ ദൈവം ഭാരമേറ്റെടുക്കും. നിന്റെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആലയത്തിന്റെ വലിപ്പം കൊണ്ടല്ല, നിന്റെ ഭവനത്തിന്റെ പുകഴ്ച കൊണ്ടല്ല, നീ പാർക്കുന്ന മാളികകളുടെ ഡെക്കറേഷൻസ് അല്ല, നിനക്ക് ദൈവം തന്നിരിക്കുന്നതായ, അല്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസം കൊണ്ടും നിന്റെ കഴിവ് കൊണ്ടും ഒക്കെ നേടിയെടുത്തതായ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഒരു കുടുംബ പശ്ചാത്തലമല്ല. കരുണ നിമിത്തം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരുണ. ആ ദൈവത്തിന്റെ കരുണയിൽ താണിരിക്കുവാൻ കഴിവുള്ളവരാരോ? ഒരു വലിയൊരു ആലയം പണിഞ്ഞപ്പോൾ ശലോമോൻ ആലയത്തെക്കുറിച്ച് ദൈവത്തെ വിളിച്ചും കൊണ്ടുവന്ന് ദൈവത്തെ കാണിച്ചു. കർത്താവേ, ഞങ്ങൾ പണിഞ്ഞ ആലയം കാണണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ശലോമോന് ചില അനുഗ്രഹങ്ങൾ കൊടുത്തതിന് ശേഷം ശലോമോനോട് ദൈവം പറഞ്ഞ വാക്കാണ്, ദൈവം ഉപയോഗിച്ച വാക്ക് നോക്കി, ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും എന്ന് പറഞ്ഞാൽ എത്രമാത്രം മറ്റുള്ളവരെക്കാൾ, മറ്റുള്ളവരുടെ ആലയത്തെക്കാൾ, ഇന്നാര് പണിഞ്ഞ ആലയത്തെക്കാൾ, അല്ലെങ്കിൽ ഇന്നാര് രൂപകൽപ്പന ചെയ്തതിനേക്കാൾ എത്ര മഹത്വമായി ഉന്നതം ഉയർന്നിരുന്നാലും ശരി, വഴിപോക്കർ അതിനെ കണ്ട് പരിഹസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടു എന്നാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കമണ്ണു വീഴുവാൻ, താളടിയാക്കുവാൻ, കരയുവാൻ, അപേക്ഷിക്കുവാൻ ആർക്ക് വേണ്ടിയാ? നിനക്ക് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, വരുവാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുവാൻ ഉള്ള കാലങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അല്പമേ വേണ്ടൂ. ദാരിദ്ര്യമാണെങ്കിലും നിന്റെ ഭവനത്തിൽ സന്തോഷമുണ്ടാകും. രോഗമാണ്, വേദനയാണെങ്കിലും ശരി, നിലവിളിയല്ല, സ്തുതി. ദൈവത്തോട് കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ വർഷം നിന്റെ ആയുസിൻ്റെ നല്ലൊരു കാലം ആരോഗ്യത്തോടെ നടന്നില്ലേ? രാജാക്കന്മാരൊരു പോലെ ദൈവം നിന്നെ നടത്തിയില്ലേ? ഒരു യോഗ്യതയുമില്ലാത്ത നിന്നെ പല രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു കൊണ്ട് നടന്നില്ലേ? അല്പകാലത്തെ കഷ്ടം കണ്ടുകൊണ്ട് ദൈവത്തോട് പിറുപിറുക്കുന്നവരാകുമോ? നോ. നിന്റെ വഴിപോക്കർ, നിന്നെ കാണുന്നവർ, ഒരു ബന്ധവുമില്ലാത്തവർ, നിന്നെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ലാത്തവർ, അവർ നിന്നെക്കുറിച്ച് പറയുന്നുണ്ടോ നിന്നിൽ മഹത്വം പോയി, നിന്റെ മഹത്വം എവിടെ എന്ന് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ്. അവൻ്റെ സന്നിധിയിൽ അവൻ്റെ അംഗീകാരത്തിന് വേണ്ടി താഴുവാൻ, നിലവിളിക്കുവാനുള്ള സമയങ്ങളും കാലങ്ങളും കണ്ടറിയുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരടയാളം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന പോലെ ദൈവസന്നിധിയിൽ, കർത്താവേ, ഞങ്ങളിതൊക്കെ ചെയ്തു, എങ്കിലും നിന്റെ കരുണ, മഹാദയ, ദീർഘക്ഷമ ഞങ്ങളെ മുഴുവനായി മുടിച്ചു കളഞ്ഞില്ല. ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, യഹോവേ നീ എൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഇരയായി പോകുമായിരുന്നു. ദൈവം പലപ്പോഴും പല ദുർഘടങ്ങളിൽ കൊണ്ടുവന്ന് നമ്മെ വീഴ്ത്തിയാലും ശരി, അടുത്ത നിമിഷത്തിൽ കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ വഹിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, താഴെ വീണു എന്ന് ആ കുഞ്ഞ് ഭയപ്പെടുമ്പോൾ, ഇല്ല, ഞാൻ നിന്നെ വിട്ടിട്ടില്ല, നിന്നെ ചിലതൊക്കെ അഭ്യസിപ്പിക്കുവാൻ, നിവർന്ന് നിൽക്കേണ്ടതിന്, നിന്റെ പിതാക്കന്മാരെ പോലെ നീ ശക്തരായിരിക്കേണ്ടതിന് നിന്നെ ചില പരീക്ഷകളിൽ കൂടെ ഞാൻ വഴി നടത്തിയതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴുകൻ തൻ്റെ കുഞ്ഞിനെ താങ്ങുന്ന, പ്രൈസ് ദി ലോർഡ്, ആ അനുഭവം
ദൈവസന്നിധിയിൽ നിന്ന് അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് വലിയൊരു കൃപയും കരുണയും ദയയും വിശ്വസ്തതയും നമ്മോട് അരുളുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.